മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പുതുവർഷ സമ്മാനമായി സഭാമക്കൾക്ക് സമർപ്പിച്ചു. മാർപ്പാപ്പായുടെ പ്രതിനിധി കർദിനാൾ മാർ ജോർജ് കുവക്കാടും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പൊലിത്ത ഡോക്ടർ തോമസ് ജെ നെറ്റോയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലങ്കരയിലെ എല്ലാ മെത്രാപ്പൊലിത്തമാരും അനേകം വൈദികരും സന്യസ്തരും വിശ്വാസി സമൂഹവും ഉദ്ഘാടനത്തിന് സാക്ഷികളായി. യാമപ്രാർത്ഥനകൾ, വേദവായനകൾ, ബൈബിൾ, സൺഡേ സ്കൂൾ പുസ്തകം, സഭാചരിത്രം, വിശുദ്ധരുടെ ജീവചരിത്രം, സഭാവാർത്തകൾ, മലങ്കര കാത്തലിക് TV ഇവയെല്ലാം മൊബൈലിൽ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു എന്നത് വിശ്വാസ സമൂഹത്തിന് ഏറെ സഹായകരമാണ്. കൂടാതെ സഭയുടെ ചരിത്രം, ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവചരിത്രം, നമ്മുടെ പിതാക്കന്മാരുടെ ഫോട്ടോയും വിവരണങ്ങളും, കാലം ചെയ്ത പിതാക്കന്മാർ, രൂപതകളുടെ വിവരങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ദിവസത്തെയും വേദവായനകളും അതത് ദിവസത്തെ വിശുദ്ധന്മാരുടെ പേരുകളും സ്ക്രീനിൽ കാണാം. വിശുദ്ധന്മാരുടെ ഫോട്ടോയും ജീവചരിത്രവുമുണ്ട്. ഞായർ വായനകളിൽ ഓരോ ഞായറാഴ്ചകളിലെയും പഴയ നിയമ, പുതിയ നിയമ വായനകളും സുവിശേഷങ്ങളും 7 കാലങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. സഭയിലെ വിശേഷ ദിവസങ്ങളും പിതാക്കന്മാരുടെ ഓർമ്മയും നൽകിയിരിക്കുന്നതാണ്. ഓർമ്മപ്പെരുന്നാൾ, തിരുനാളുകളിലെയും വിശേഷ അവസരങ്ങളിലെയും വേദവായനകളും നൽകിയിട്ടുണ്ട്. ലൊക്കേഷൻ എന്നതിൽ സഭയിലെ എല്ലാ പള്ളികളുടെയും ലൊക്കേഷൻ കാണാനാകും. മാസ് ടൈംസ് നമ്മുടെ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ് അതിനടുത്തുള്ള പള്ളികളിലെ കുർബാന സമയം അറിയുന്നതിന് സഹായിക്കുന്നു. ഇവൻറ്റ്സ് കലണ്ടർ എന്നതിൽ സഭയിലെ പ്രധാന ഇവൻറ്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇൻ്റർസെഷൻ എന്നത് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതിനായുള്ള ക്രമീകരണമാണ്. ഹോം പേജിൽ കാണുന്ന ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്താൽ മലങ്കര ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും കാണാനാകും. ആവശ്യമായവ തിരഞ്ഞെടുത്ത് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂരിയ മെത്രാനും സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനുമായ ആൻ്റണി മാർ സിൽവാനോസ് പിതാവിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെയും നിർദ്ദേശങ്ങളോടെയും മലങ്കര ലൈബ്രറി ടീമാണ് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത്.